ഹായ് ഗായ്സ്, വെൽക്കം ടു മലയാളി മാച്ച്. പ്രൊമോയെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ബിഗ് ബോസ് സീസൺ 7 നിർത്താൻ പോവുകയാണ് ഗായ്സ്. അങ്ങനെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ഈ പ്രൊമോയെ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്താലോ? കേട്ടത് സത്യമാണ് ഗൈസ്. ബിഗ് ബോസ് കണ്ടസ്റ്റനെ കൊണ്ട് പൊറുതിമുട്ടി. സോ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അനീഷിന് ലാലേട്ടൻ്റെ 2 എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഈ സാധാരണഗതിയിൽ തന്നെ അനീഷിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. കോൺഫിഡൻസ് അനീഷിനെ അവിടെയുള്ള കണ്ടസ്റ്റൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ആക്ച്വലി റാങ്കിങ് ടാസ്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ബിഗ് ബോസ് നേരത്തെ കണ്ടവർക്കൊക്കെ അറിയാം. റാങ്കിങ് ടാസ്ക് കൊണ്ടുവരുമ്പോഴത്തേന് എന്തുവായാലും അവിടെ ഒരു അടി ഉണ്ടാവും, ഉറപ്പാണ്. സാധാരണഗതിയിൽ 50-ാമത്തെയോ 60-ാമത്തെയോ എപ്പിസോഡിലാണ് റാങ്കിങ് ടാസ്ക് കൊണ്ടുവരുന്നതും അവിടെ ഒരു അടി നടക്കുന്നതും അവിടെ ഒരു എവിക്ഷൻ ഉണ്ടാകുന്നതും. ആ റാങ്കിങ് ടാസ്കിൻ്റെ പുറമെ റാങ്കിങ് ടാസ്കിൽ വരുന്ന എവിക്ഷൻസ് ആക്ച്വലി സർപ്രൈസ് എവിക്ഷൻസ് ഒക്കെയാണ്. സാധാരണഗതിയിൽ റാങ്കിങ് ടാസ്കിൻ്റെ സമയത്ത് വാക്കുവാദമായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി മേ ബി ഒരാൾ നമ്മൾ സർപ്രൈസ്ഡായിട്ട് അയാൾ ജയിക്കുമെന്ന് പറയുന്ന ആൾക്കാർ വരെ എവിക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു റാങ്കിങ് ടാസ്ക് സെക്കൻഡ് വീക്ക് തന്നെ കൊണ്ടുവന്നത് ബിഗ് ബോസിൻ്റെ വലിയൊരു മൂവ് തന്നെയാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ നമുക്കൊരു ഹിൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഈ മിഡ് വീക്ക് ഒരു എവിക്ഷൻ ഉണ്ടായിരിക്കും. റാങ്കിങ് ടാസ്കും മിഡ് വീക്ക് എവിക്ഷനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ കണ്ടസ്റ്റൻസ് എല്ലാവർക്കും പാനിക്കായിട്ട് ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ബിഗ് ബോസിൽ ഇന്ന് ഈ പ്രൊമോയിൽ കണ്ടേക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്തത്. അനീഷ് ഒരു പാർട്ടാണ്. അനീഷ് ഒരു പാർട്ടാണ്. ശരിയാണ്, അനീഷിൻ്റെ ദേഷ്യം എല്ലാവർക്കും വരുമായിരിക്കും. പക്ഷേ ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ നിർദ്ദേശം കിട്ടിയതിന് ശേഷം അവർ അത്രയും പാനിക്കായിട്ട് അല്ലെങ്കിൽ അത്രയും അൺകൺട്രോളബിളായിട്ട് ആ ഗെയിമിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി ഈ എവിക്ഷൻ്റെ കാര്യം അവരും അറിഞ്ഞിട്ടുണ്ടാവാം. അതിൻ്റെ പാർട്ടായിട്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും പ്രൊമോ വന്ന സ്ഥിതിക്ക് നാളത്തെ എപ്പിസോഡും വരും. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ് നാളത്തെ എപ്പിസോഡിന് വേണ്ടി. നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ അറിയാം ലൈക്ക് അനീഷിനെ അവരെല്ലാവരും എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത്. അനീഷാണോ ഇനിയുള്ള വീക്കിലെ ഹീറോ? എല്ലാം നാളത്തെ ഗെയിമിനനുസരിച്ചിരിക്കും, അല്ലേ? നാളത്തെ എപ്പിസോഡ് അനുസരിച്ചിരിക്കും നമുക്ക് മുന്നോട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 പ്രഡിക്ഷൻസും. Thank you guys.